നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള ഒരു അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. 2 മാസത്തെ പെൻഷനായ 3200 രൂപ നാളെ അവർക്ക് അക്കൗണ്ടിൽ വരും. ആർക്കൊക്കെയാണ് പെൻഷൻ ലഭിക്കുക, ആർക്കൊക്കെയാണ് പെൻഷൻ ലഭിക്കാതിരിക്കുക എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം. അതിനുമുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരിക്കലും ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ വർഷം 4 മാസത്തെ പെൻഷനായിരുന്നു കുടിശ്ശികയായിട്ട് ഉണ്ടായിരുന്നത്. അതിലെ 1 മാസത്തെ കുടിശ്ശികയും ജനുവരി മാസത്തെ പെൻഷനും കൂടിയാണ് നാളെ അക്കൗണ്ടിൽ വരുന്നത്. 3200 രൂപ ആയിരിക്കും പെൻഷൻ വരിക. ചിലപ്പോൾ അത് 2800 രൂപ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും കൂടിയായിരിക്കും വരിക. ഏതായാലും നാളെ തന്നെ അവർക്ക് 3200 രൂപ ലഭിക്കുന്നതാണ്. പക്ഷേ പല ആളുകൾക്കും പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. 80% ആൾക്കാർ മാത്രമാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കിയത്. ബാക്കി 20% ആളുകൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. അതിനർത്ഥം ആ 20% ആളുകൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വിധവകളായ ആളുകളുണ്ട്. അവർ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ 60 വയസ്സ് തികയാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായി നൽകേണ്ട സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അത് ജനുവരി ഡിസംബർ മാസങ്ങളിലായിരുന്നു നൽകേണ്ടത്. പുനർവാദിയായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർ നൽകിയിട്ടില്ല. അതിലും ഏകദേശം 65% ആളുകൾ മാത്രമാണ് ഇതുവരെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളൂ. 30% ആളുകൾ ഇനിയും നൽകാൻ ബാക്കിയുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അവർക്കും പെൻഷൻ ലഭിക്കുകയില്ല. അതൊരു തെറ്റിദ്ധാരണ മൂലമാണ് ചിലപ്പോൾ ചില ആളുകൾ നൽകാത്തത്. 60 വയസ്സായിരുന്ന അവർ രേഖയിൽ 60 വയസ്സായിട്ടുണ്ടാകില്ല. പക്ഷേ അവിടെ കണക്കനുസരിച്ച് 62 വയസ്സായിട്ടുണ്ടെന്ന് അവർ കരുതുകയും 60 വയസ്സിന് മുകളിലോട്ട് നൽകേണ്ടെന്ന് പറയുന്ന സമയത്ത് അവർ നൽകാതിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, അവിടെ ആധാർ കാർഡിലോ അല്ലെങ്കിൽ അവർ കൊടുത്ത ഏത് രേഖയിലാണോ അവർക്ക് 60 വയസ്സായിരുന്നു ഉറപ്പ് വരുത്തുക. അല്ലാത്ത പക്ഷം അവർ നിർബന്ധമായും ഒരു അപ്ഡേറ്റ് നൽകണം. അങ്ങനെ സർക്കാർ പറയുന്ന ഓരോ കാര്യങ്ങൾ നിർബന്ധമായി ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഈ ജനുവരിയിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. പല ആളുകളും മസ്റ്റിംഗ് പൂർത്തിയാക്കാതെ അല്ലെങ്കിൽ ഈ അഫിഡവിറ്റ് നൽകാത്ത ആളുകളുണ്ട്. ശതമാനത്തിൽ കുറവാണെങ്കിലും ചെറിയ ശതമാനം വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു നമ്മുടെ പെൻഷൻ പോർട്ടലിൽ കയറി എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത്. അത് സ്വന്തമായി ചെക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് നമ്മുടെ പെൻഷൻ വരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ